സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഏർപ്പെടുത്തേണ്ട ഒരു ആവശ്യം വളരെ നാളുകളായി വൈദ്യുതി ബോർഡിൻ്റെ മുന്നിലുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് ഉപോത്ബലകമായ രീതിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ 2004 ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിൻ്റെ ഉത്തരവ് പ്രകാരം കടന്നുകൂടിയ KSEBയിലെ പെറ്റി കോൺട്രാക്ടർമാരുടെ ലിസ്റ്റിൽ നിന്നും കടന്നു വന്നിട്ടുള്ള മസ്ദൂർ ജീവനക്കാർ അവരുടെ സംഘടനകൾ നൽകിയ ഹർജിയിൽ ബഹുമാനപ്പെട്ട കോടതി വിധിച്ച വിധിപ്രകാരം അവർക്ക് മുൻകാല പ്രാബല്യത്തോടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതും കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ പങ്കാളിത്ത പെൻഷനുള്ള ആളുകളെ കൂടി സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് മാറ്റുമ്പോഴുണ്ടാകുന്ന ധനകാര്യ ബാധ്യത അത് എങ്ങനെയാണ് KSEB ബാധിക്കുക എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലെടുക്കണം. ഏതാണ്ട് 5700-6000 കോടിയോളം രൂപ സാമ്പത്തിക ബാധ്യതയുള്ളൊരു സ്ഥാപനമാണ് വൈദ്യുതി ബോർഡ്. ലാഭത്തിൻ്റെ കണക്കുകൾ, വാർഷിക കണക്കുകൾ പറയുമ്പോൾ 703, 673 എന്നീ കോടികളുടെ കണക്കുകൾ വാർഷിക ലാഭത്തിൻ്റെ കണക്കിൽപ്പെടുത്തുമെങ്കിലും ബോർഡിൻ്റെ സഞ്ചിത നഷ്ടം അല്ലെങ്കിൽ നഷ്ടബാധ്യത എന്ന് പറയുന്നത് 5700 മുതൽ 6200 കോടി രൂപ വരെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വൈദ്യുതി വാങ്ങൽ പ്രക്രിയയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കുന്ന വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ബോർഡിൻ്റെ നിലവിലെ സ്ഥിതി അത് പലപ്പോഴും വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയാണ് വൈദ്യുതി ബോർഡ് വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പവർ ട്രേഡിംഗ് കോർപ്പറേഷൻ പോലുള്ള 16% താഴെ മാത്രം പൊതുമേഖലാ ഓഹരി നിലവിലുള്ള ഒരു സ്വകാര്യ കമ്പനി എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു സ്ഥാപനത്തിന് അതിൻ്റെ കരാർ വിട്ടുകൊടുക്കാൻ ഒരുങ്ങുന്നത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ഇതിന് പിന്നാലെ നമ്മൾ കേരളത്തിലെ പൊതുസമൂഹവും ഉപഭോക്താക്കളും ജീവനക്കാരും വൈദ്യുതി ബോർഡ് ജീവനക്കാരും എല്ലാം അനുഭവിക്കേണ്ടി വരുന്നൊരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഇതൊന്നും കാണാതെയല്ല എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ജീവനക്കാരുടെ ആവശ്യം അംഗീകരിച്ചാൽ, പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു മെച്ചം ബോർഡിന് വളരെ പരിണതപ്രജ്ഞരായ ജീവനക്കാരെ സർവീസിൽ കിട്ടും എന്നുള്ളതാണ്. അതിനകത്ത് ചെയ്യേണ്ട കാര്യം, അങ്ങനെ ഒരു തീരുമാനം വരുന്ന മുറയ്ക്ക് ഇവിടെ VRS എടുത്ത് പോകാൻ താല്പര്യമുള്ള ജീവനക്കാർക്ക് VRS എടുത്ത് പോകുന്നതിനുള്ള അവസരം കൂടി ബോർഡ് നൽകുന്നത് നല്ലതായിരിക്കും. കാരണം സ്വാഭാവികമായിട്ടും 60 വയസ്സ് വരെ ജോലി ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടെ അങ്ങനെ തുടരാം. അല്ലാത്ത ആളുകൾക്ക് VRS എടുത്ത് പോകുന്നതിനുള്ള അവസരം കൂടി കൊടുത്താൽ ബോർഡിന് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാതെ തന്നെ ഈ പെൻഷൻ പ്രായ വർധനവ് നടപ്പാക്കുന്നതിന് വേണ്ടി കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരം ഒരു നീക്കത്തിലേക്ക് ബോർഡ് എത്തേണ്ട സാഹചര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇത് ഉപഭോക്താക്കൾക്കൊരിക്കലും ബാധ്യതയാകാത്ത രീതിയിലും സമൂഹത്തിനോ അല്ലെങ്കിൽ ജീവനക്കാർക്കോ പ്രയോജനപ്രദമാകുന്ന രീതിയിലും ആയിരിക്കണം എന്നത് മാത്രമാണ്, നന്മ മാത്രമാണ് ലക്ഷ്യം എന്നതാണ് യാഥാർത്ഥ്യം.